ഹായ് മക്കളെ, നിങ്ങളുടെ സുഹൈൽ സാറാണ്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കോർ മാത്തമാറ്റിക്സിൻ്റെ അതായത് ഫോർത്ത് സെമ്മിൻ്റെ ലീനിയർ ആൾജിബ്ര എന്ന ടോപ്പിക്കിൽ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്ക് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനാണ്. നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ അല്ലെങ്കിൽ ലീനിയർ ആൾജിബ്രയുടെ ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. ഒന്ന്, ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് പഠിക്കുന്ന ടോപ്പിക്കാണ് മെട്രിക്സുകളുടെ ടോപ്പിക് എന്ന് പറയുന്നത്. മെട്രിക്സുമായി റിലേറ്റഡ് കാര്യങ്ങൾ നമ്മൾ ആ ഒരു മോഡ്യൂൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ അതിനകത്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെട്രിക്സുകളുടെ കേസിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കോൺസെപ്റ്റ് ആണ് ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത്. എന്താണ് ഡിറ്റർമിനൻ്റ് എന്നും ഡിറ്റർമിനൻ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിറ്റർമിനൻ്റ് കാണാനുള്ള നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതിന് പുറമെ നമ്മൾ ഈ ഒരു മൊഡ്യൂളിനകത്ത് ഒരു പുതിയ ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു പുതിയ മെത്തേഡ് നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അതാണ് ഇവാലുവേറ്റിംഗ് ഡിറ്റർമിനൻ്റ് ബൈ റോ റിഡക്ഷൻ. റോ റിഡക്ഷൻ ഉപയോഗിച്ചുകൊണ്ട്, അതായത് റോ ട്രാൻസ്ഫോർമേഷൻസ് അല്ലെങ്കിൽ റോ റിഡക്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കാണാൻ പറ്റും. അപ്പോൾ ആ ഡിറ്റർമിനൻ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നും എന്തൊക്കെ റൂളുകളാണ് റോ റിഡക്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഡിറ്റർമിനൻ്റ് കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുമാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഭാഗത്ത് നിന്ന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് എക്സാമിന് കാണാറുണ്ട്, ശ്രദ്ധിച്ചു കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് നമുക്കതിലുള്ള ചില റിലേഷൻഷിപ്പുകളും റൂളുകളും നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ്, ഒരു 3x3 മെട്രിക്സ് ആണ് നമ്മളിവിടെ ഒരു എക്സാമ്പിളായിട്ട് എടുത്തിട്ടുള്ളത്. ഒരു 3x3 മെട്രിക്സിൻ്റെ എന്തെടുക്കുന്നു, ഫസ്റ്റ് റോൾ അല്ലെങ്കിൽ ഏതെങ്കിലും റോൾ, ഫസ്റ്റ് റോൾ എക്സാം ആയിട്ട് എടുത്തതാണ്, ഏതെങ്കിലും ഒരു റോൾ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുറത്തേക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഓഫ് ബി എന്ന് പറയുന്നത് കെ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ കെ എന്ന് പറയുന്നതിന് ഔട്ട് സൈഡ് എടുത്തുകൊണ്ട് എന്ത് ചെയ്താൽ മതി, ആ ഒരു ഡിറ്റർമിനൻ്റ് എന്ത് ചെയ്താൽ മതി, നമുക്ക് ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചാൽ മതി. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നിങ്ങൾ റോ ട്രാൻസ്ഫോർമേഷനിൽ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് ഇൻ്റർചേഞ്ചിങ് ഓഫ് റോ കോളം എന്ന് പറയുന്നത്. അപ്പം ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ റോയോ കോളോ നിങ്ങൾ ഇൻ്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട്, എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, റോയോ കോളമോ ഇൻ്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, മൈനസ് ആയിട്ട് മാറും, നെഗറ്റീവായിട്ട് മാറും. നന്നായിട്ട് ശ്രദ്ധിക്കണം, കാരണം ഈ ഒരു റൂളും പല സ്ഥലങ്ങളും ഉപയോഗിക്കാറുണ്ട്. ആൻഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് മൂന്നാമത്തെ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ, അതായത് കോൺസ്റ്റന്റ് കൊണ്ട് റോനെ മൾട്ടിപ്ലൈ ചെയ്ത് വേറൊരു റോ കൊണ്ട് ആഡ് ചെയ്യുന്നതൊക്കെ, അല്ലെങ്കിൽ ആ രൂപത്തിൽ നമ്മൾ ചെയ്യുന്ന തേർഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യില്ല, ഒരു ഡിറ്റർമിനൻറ്റിന് യാതൊരു എഫക്റ്റും ഉണ്ടാക്കില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു സ്ക്വയർ മെട്രിക്സിനകത്ത് നമ്മൾ ഈ ഒരു തേർഡ് റോ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു മെട്രിക്സ് നമുക്ക് കിട്ടും. അത് നമുക്ക് ആദ്യമുണ്ടായ മെട്രിക്സിൻ്റെയും രണ്ടാമതുണ്ടായ മെട്രിക്സിൻ്റെയും ഡിറ്റർമിനൻ്റുകൾ തമ്മിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല. അത് രണ്ടും എന്തായിരിക്കും മക്കളെ, ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം നമുക്ക് ഈ ഒരു മൂന്ന് റിലേഷൻഷിപ്പുകൾ അല്ലെങ്കിൽ ഈ മൂന്ന് ഓപ്പറേഷൻസ് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഞാനൊരു ക്വസ്റ്റ്യൻ പരിചയപ്പെടുത്താം. ആ ക്വസ്റ്റ്യനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഓപ്പറേഷൻസ് എങ്ങനെയാണെന്നുള്ളത്, ഏത് സ്റ്റെപ്പുകളാണ് ഫോളോ ചെയ്യുന്നത് കൃത്യമായി മനസ്സിലാക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഇവാലുവേറ്റ് ഡിറ്റർമിനൻ്റ് ഓഫ് എ where a is equal to 0, 1, 5, 3, -4, -6, 9, 2, 6, 1. ഓക്കെ, ആ മെട്രിക്സിനെ അങ്ങോട്ടേക്ക് എടുത്ത് എഴുതുന്നു. ഓക്കെ, ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് കാണാനുള്ളത്. അതായത് ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ നൊട്ടേറ്റ് ചെയ്യുന്ന എങ്ങനെയായിരുന്നു മക്കളെ, ഇങ്ങനെയല്ലേ, 0, 1, 5, 3, -6, 9 ആൻഡ് 2, 6, 1. ഓക്കെ, ഇങ്ങനൊരു എന്ത് കൊടുക്കുന്നു ഞാൻ, ഇങ്ങനെ ഇതാണ് ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ വരിക. നോർമലി കാണാനുള്ള മെത്തേഡ് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അത് നമ്മൾ തൽക്കാലം അങ്ങോട്ട് മാറ്റി വെക്കുന്നു. നമ്മൾ റോ റിഡക്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചോട്ടെ മക്കളെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ചെയ്യുന്നത്, ഇവിടെ ഈ ഒരു മെട്രിക്സിനെ എന്ത് ചെയ്യാൻ പോവാണ്, എക്കലോൺ ഫോമിലേക്ക് മാറ്റുകയാണ് നമ്മളുടെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇതുവരെ ഇപ്പം സൊല്യൂഷൻ കാണാനാണെങ്കിലും, ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണാനാണെങ്കിലും, അല്ലെങ്കിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതായിട്ട് പഠിച്ചിട്ടുണ്ട് നമ്മൾ. ഇവിടെ നമുക്ക് ഈ ഒരു കിട്ടിയിട്ടുള്ള ഈ ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കാണാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, ഇതിനെന്ത് ചെയ്യണം, നിങ്ങൾ അതിനെ ഒരു എക്കലോൺ ഫോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് റോ ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഡിറ്റർമിനൻ്റ് ആണ് കാണുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ റോ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് മക്കളെ, ഇതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് എക്കലോൺ ഫോമിലേക്ക് മാറ്റേണ്ടത്. നോക്കിക്കോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ചെയ്യുന്നത്, ഇവിടെ നോക്കിക്കേ, ഇവിടെ ഫസ്റ്റ് എലമെൻറ്റ് എന്താ മക്കളെ വരുന്നത്, 0 ആണ്.
ഫസ്റ്റ് എലമെൻറ്റ് എക്ലോൺ ഫോമിലെ ഫസ്റ്റ് എലമെൻറ്റ് ഒരിക്കലും 0 ആകാൻ പാടില്ല, അത് 1 ആവണം. ഓക്കെ. പക്ഷേ ഇവിടെ 1 ആയില്ലേ വേറെ നമ്പർ ആയി കഴിഞ്ഞാൽ 1 ആക്കി മാറ്റാൻ നമുക്ക് പറ്റും. ഞാനപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യുന്നു, ഈ രണ്ടാമത്തെ റോനെ ഫസ്റ്റ് റോ ആയിട്ട് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ അവിടെ ഞാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത് ഇതാണ് മക്കളെ. അതായത് R2ഉം അതുപോലെ തന്നെ R1ഉം തമ്മിൽ ഞാൻ എന്ത് ചെയ്യുന്നു മക്കളെ, ഈ ഒരു ഇൻ്റർചേഞ്ചിങ് നടത്തുകയാണ്. ഇപ്പം നിങ്ങൾ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്താ, ഇങ്ങനെ ഇൻ്റർചേഞ്ചിങ് നിങ്ങൾ നടത്തുകയാണെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എന്തായിട്ട് മാറും, നെഗറ്റീവായിട്ട് മാറും. സോ അങ്ങനെയാണെങ്കിൽ ആ ഇൻ്റർചേഞ്ച് നടത്തി കഴിഞ്ഞാൽ നമുക്ക് മൈനസ് എന്ന് കൊടുക്കേണ്ടി വരും ഡിറ്റർമിനൻ്റ് എടുക്കുന്ന സമയത്ത്. സെക്കൻഡ് റോനെ ഫസ്റ്റ് റോ ആക്കി മാറ്റുന്നു. സെക്കൻഡ് റോ എന്ന് പറഞ്ഞാൽ 3 - 6 9. ഫസ്റ്റ് റോ സെക്കൻഡ് റോ ആയിട്ട് മാറും 0 1 5 2 6 1. ഈ രൂപത്തിൽ നമുക്ക് കിട്ടും. ഇനി നോക്കിക്കേ, ഇനി ഇവ നെഗറ്റീവ് വരാനുള്ള റീസൺ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്താ നെഗറ്റീവ് വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, ഇൻ്റർചേഞ്ചിങ് എന്ന് പറയുന്ന ട്രാൻസ്ഫർമേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പുതിയ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ആദ്യത്തതിൻ്റെ നെഗറ്റീവ് ആയിരിക്കും. സോ മൈനസ് എന്ന് കൊടുത്തു നമ്മൾ. സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് എന്താ വേണ്ടത്, ഇവിടെ ഈ ഒരു 3 എന്ന് പറയുന്നതിനെ നമുക്ക് എന്താക്കണം മക്കളെ, 1 ആക്കിയിട്ട് മാറ്റണം. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ 1 ആക്കി മാറ്റാം, ഒന്നെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ 3 ഉണ്ട് -6 ഉണ്ട് 9 ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ഫസ്റ്റ് റോയിലുള്ള 3 എലമെൻറ്റിലും 3 എന്ന് പറയുന്ന എലമെൻറ്റ് കോമൺ ആയിട്ട് വരുന്നുണ്ട്. ആ 3 നമുക്ക് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം. കാരണം ഓൾറെഡി നമ്മൾ ഈ ഒരു ടെക്നിക്ക് പഠിച്ചിട്ടുണ്ടല്ലോ. അതായത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ കോൺസ്റ്റൻറ്റിനെ എന്ത് ചെയ്യാം, കോൺസ്റ്റൻറ്റ് ടേമുകൾ ഉണ്ടെങ്കിൽ ആ കോൺസ്റ്റൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, പുറത്തേക്ക് എടുക്കാൻ പറ്റും. സോ ശ്രദ്ധിച്ചോ. അപ്പം അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് വരുന്നുണ്ടാവും എങ്ങനെയാണ് മക്കളെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇങ്ങോട്ട് പുറത്തേക്ക് പോകുന്നു കഴിഞ്ഞാൽ -3 ആയിട്ട് മാറും. 3 പോകുന്നു കഴിഞ്ഞാൽ 3/3 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 1 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് -2 കിട്ടും ആൻഡ് 3 കിട്ടും. സെക്കൻഡ് റോ 0 1 5, തേർഡ് റോ 2 6 1. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഇതിപ്പോൾ ലീഡിങ് 1 ആയിട്ട് വരുന്നുണ്ട് അല്ലേ, അതിൻ്റെ താഴെയുള്ള 2 എലമെൻറ്റ്സുകൾ എന്താക്കണം, നമുക്ക് 0 ആക്കി മാറ്റണം. ഓൾറെഡി സെക്കൻഡ് എലമെൻറ്റ് 0 ആണ്, തേർഡ് എലമെൻറ്റിന് 2 ആയിട്ടുള്ളതിനെ എന്താക്കി മാറ്റണം, നമുക്ക് 0 ആക്കി മാറ്റണം. അപ്പോൾ 0 ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി മക്കളെ, നമുക്ക് മൂന്നാമത്തെ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താ, മൂന്നാമത്തെ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡിറ്റർമിനൻ്റ് വാല്യൂവിന് യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സോ തേർഡ് ട്രാൻസ്ഫോർമേഷൻ നമ്മൾ R3യിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. R3 ഇംപ്ലൈസ് R3 - 2R1 ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ എന്താ വരുന്നുണ്ടാവുക മക്കളെ, ഇവിടെ തന്നെ ചെയ്യാം നമുക്കത്. എന്താ വരുന്നുണ്ടാവുക, ദാറ്റ് ഈസ് -3 പുറത്തുണ്ടല്ലേ, -3 ഡിറ്റർമിനൻ്റ് എന്ത് വരും, ഫസ്റ്റ് റോക്കും സെക്കൻഡ് റോക്കും മാറ്റില്ല, 1 -2 3 0 1 5. ഫസ്റ്റ് എലമെൻറ്റ് 0 ആയിട്ട് മാറി. ഇവിടെ 6 ആണ് വരുന്നത്. 6 - 2 ഇൻറ്റു R1 എന്ന് പറഞ്ഞാൽ -2 - 2 +4 വരും. ദാറ്റ് 6 + 4 എന്ന് പറഞ്ഞാൽ യു വിൽ ഗെറ്റ് 10. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഇവിടെ വരുന്നത് 1 - 6 ആണ്, അത് നമുക്ക് എന്ത് കിട്ടും മക്കളെ, -5 ആയിട്ട് കിട്ടും. ഓക്കെ. ഇനി നോക്കിക്കേ, ഇപ്പം ഇതിൻ്റെ കംപ്ലീറ്റ് എലമെൻറ്റ് താഴെയുള്ള കംപ്ലീറ്റ് എലമെൻറ്റുകൾ 0 ആയി എന്ന് മാത്രമല്ല, നമുക്ക് നെക്സ്റ്റ് ലീഡിങ് 1 ഓൾറെഡി അവിടെ തന്നെ ഉണ്ട്, 1 തന്നെ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിന് 1 ആക്കേണ്ട ആവശ്യമില്ല. പക്ഷേ താഴെയുള്ള 10ന് എന്താക്കണം, 0 ആക്കി മാറ്റണം. അപ്പോൾ താഴെയുള്ള 10ന് 0 ആക്കി മാറ്റാൻ നമുക്ക് ഓൾറെഡി തേർഡ് ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും മക്കളെ നമുക്ക്, അതായത് R3 ഇംപ്ലൈസ് R3 - 10 R2 ചെയ്താൽ മതി അല്ലേ. നോക്കിക്കേ, അപ്പോൾ എന്താ വരിക, -3 പുറത്തുണ്ട് കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു -3 ഡിറ്റർമിനൻ്റ് ഓഫ് ഫസ്റ്റ് റോ മാറ്റുന്നില്ല, 1 - 2 3 അല്ലേ, 1 - 2 3. ദെൻ സെക്കൻഡ് റോ എന്ന് പറയുന്നത് 0 1 5. തേർഡ് റോ ഫസ്റ്റ് എലമെൻറ്റ് ഓൾറെഡി 0 ആണ്, സെക്കൻഡ് എലമെൻറ്റ് 10ഉം 0 ആയി. ഇനി -5 -10 × 5, -10 × 5 15 ആണ്. -5 എന്ന് പറഞ്ഞാൽ നമുക്കതിനെ -55 എന്ന് കൊടുക്കാം, -55 എന്ന് കൊടുക്കാം. ഓക്കെ. അപ്പം ഇങ്ങനെ കിട്ടി. ഇനി നോക്കിക്കേ, ഇപ്പോൾ ഇത് ആക്ച്വലി ഇതിപ്പോൾ ഒരു എക്ലോൺ ഫോമിലേക്ക് മാറാൻ വേണ്ടിയിട്ട് എന്തും കൂടി വേണം, ഇനി ഈ -55ന് എന്താക്കണം, നമുക്ക് 0 ആക്കി മാറ്റണം, 1 ആക്കി മാറ്റണം. എന്ന് പറഞ്ഞാൽ ഈ കംപ്ലീറ്റ് റോയിൽ നിന്ന് നമുക്ക് -55ന് പുറത്തേക്ക് എടുക്കാം. -55 പുറത്തേക്ക് എടുത്ത് എന്താ മക്കളെ കിട്ടുന്നുണ്ടാവുക, ദാറ്റ് ഈസ് ഈക്വൽ ടു ഓൾറെഡി -3 അവിടെ ഉണ്ട്, -3 ഇൻറ്റു -55 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് 1 - 2 3 0 1 5
0 0 1 എന്ന് കിട്ടും. ഈ രൂപത്തിലല്ലേ കിട്ടുന്നുണ്ടാവും മക്കളെ. അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഇനി സാധാരണ പോലെ ഡിറ്റർമിനൻറ്റ് കാണാൻ പറ്റും. ഡിറ്റർമിനൻറ്റ് കാണുന്ന സമയത്തുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോ, ഇവിടെ ഈ ഫസ്റ്റ് കോളം ഉപയോഗിച്ചുകൊണ്ട് ഡിറ്റർമിനൻറ്റ് കാണാം. നോർമലി കാണാം. ഫസ്റ്റ് കോളം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഡിറ്റർമിനൻറ്റ് കാണുകയാണെങ്കിൽ അതിൽ ഫസ്റ്റ് എലമെൻറ്റ് ഒഴികെ ബാക്കി 2 എലമെൻറ്റ്സുകളും 0 ആണ്. എന്ന് പറഞ്ഞാൽ 0 ഉപയോഗിച്ചുകൊണ്ട് ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂവും സെക്കൻഡ് 0 ഉപയോഗിച്ചുകൊണ്ടുള്ള വാല്യൂ എന്തായിരിക്കും? 0, കംപ്ലീറ്റ്ലി 0 ആയിട്ട് പോകും. അപ്പോൾ ഈ 1 വെച്ചുകൊണ്ടുള്ള വാല്യൂ മാത്രം അവിടെ കണ്ടുപിടിച്ചാൽ മതിയാവും. ആ 1 വെച്ചുകൊണ്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ 1 × 1 - 0 × 5 ആണ് ചെയ്യേണ്ടി വരിക. അപ്പോൾ അതിൽ 1 × 1 മാത്രമേ ഉണ്ടാവുള്ളൂ. 0 × 5 എന്തായിരിക്കും പോകും? 0 ആയിട്ട് പോകുന്നുണ്ടാവും. സോ അൾട്ടിമേറ്റ്ലി നമുക്ക് എന്താ അവിടെ കിട്ടുന്നുണ്ടാവും മക്കളെ? ദാറ്റ് ഈസ് -3 × -55 × 1 എന്ന് കിട്ടും അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു -3 × -55 വരും. അതെന്താ മക്കളെ വരുന്നുണ്ടാവുക? ദാറ്റ് ഈസ് -3 × -55 × 1 എന്ന് പറഞ്ഞാൽ 165 എന്ന് കിട്ടും. അതായത് ഇതാണ് റോ റിഡക്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കാണുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത്. ശരിക്കും ഇത് ഒരു എന്താ പറയുക, സത്യം പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് കാണാൻ ഇത് അത്ര സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡല്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് നോർമലി ഡിറ്റർമിനൻ്റ് കാണുന്ന കോഫാക്ടർ വെച്ചുകൊണ്ട് കാണുന്ന ആ ടെക്നിക്ക് നമ്മുടെ കയ്യിലുണ്ട്. അത് വെച്ചുകൊണ്ട് കണ്ടാലും മതി. പക്ഷേ ഇതെന്താ വെച്ചാൽ ചില ക്വസ്റ്റ്യനിൽ സ്പെഷ്യലൈസ് ചെയ്ത് അവർ മെത്തേഡ് സ്പെസിഫൈ ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു തവണ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് ക്വസ്റ്റ്യൻ പേപ്പറിൽ റോ റിഡക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഡിറ്റർമിനൻ്റ് കാണണം എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് ആ ഒരു ഏരിയ എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ക്ലിയർ ആയല്ലോ നമുക്ക്? ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി വരും വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ഗൈസ്.